Good morning, all of you. Good morning. Today we are going to learn English. Okay. All of you take textbook, page number 31. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലേ? എന്തായിരുന്നു സ്റ്റോറിയുടെ നെയിം? പറഞ്ഞിട്ടാണ് Why the sky is so high. അല്ലേ? സ്റ്റോറിയുടെ നെയിം എന്തായിരുന്നു? Why the sky is so high. എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? സ്റ്റോറിയുടെ ഫസ്റ്റ് ഭാഗം നമ്മൾ പഠിച്ചു. പറഞ്ഞ എന്തായിരുന്നു സ്റ്റോറിയില്? ഒരു ഓൾഡ് വുമൺ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. ആ ഓൾഡ് വുമൺ എങ്ങനെയായിരുന്നു? ഒറ്റയ്ക്ക് ഒരു കുടിലില് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നല്ലേ? റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരും തന്നെ ഇല്ലായിരുന്നു അല്ലേ? ഒറ്റയ്ക്കായിരുന്നു താമസിച്ചത് അല്ലേ? ആ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മുടെ സ്കൈയും അതോടൊപ്പം എന്താണ് എർത്തും എന്തായിരുന്നു? വളരെ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? അവര് ഏറ്റവും അടുത്ത് തന്നെ ആയിരുന്നു അല്ലേ? അവർ നല്ല കൂട്ടുകാരായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ? നമ്മുടെ ഈ ഓൾഡ് വുമൺ എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്താണ്? ഈ ഓൾഡ് വുമൺ ആണ് ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള വുമൺ എന്ന് പറയുന്നതെന്നാണ് അവര് വിശ്വസിച്ചിരുന്നത് അല്ലേ? അവിടെയുള്ള ആളുകളൊന്നും നമ്മുടെ ഈ ഓൾഡ് വുമണോട് എന്ത് ചെയ്യില്ലായിരുന്നു? സംസാരിക്കാറില്ലായിരുന്നു. തിരിച്ചും ഈ ഓൾഡ് വുമണും എന്തായിരുന്നു? അവരോട് സംസാരിക്കില്ലായിരുന്നു അല്ലേ? എപ്പോഴും തന്നെ ഉള്ളില് വൃത്തിയായി സൂക്ഷിച്ചാണ് അവര് ഇരിക്കാറുള്ളത് അല്ലേ? എപ്പോഴും ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ അല്ലേ? ഓക്കെ. എന്തായിരുന്നു പറഞ്ഞത്? അങ്ങനെ ഒരു വേനൽക്കാലം അല്ലേ? ഒരു സമ്മർ സീസൺ ആയി അല്ലേ? സമ്മർ സീസണിൽ എന്താ സംഭവിച്ചത്? അവിടെയുള്ള ലാൻഡെല്ലാം എന്തായി? ഡ്രൈ ആയി. പിന്നെ എന്ത് സംഭവിച്ചു? ഇപ്പോഴും പൊടിക്കാറ്റ് വീശാനായിട്ട് തുടങ്ങി. അത് അവിടെയുള്ള ആളുകളുടെ കണ്ണിലും അതോടൊപ്പം തന്നെ തൊണ്ടയിലും ഒക്കെ കയറാനായിട്ട് തുടങ്ങി അല്ലേ? അങ്ങനെ അവരുടെ വീടുകളിലും മറ്റും എന്ത് സംഭവിച്ചു? പൊടി കയറി അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഓൾഡ് വുമന്റെ വീട്ടിലും എന്താണ്? നിറയെ പൊടിയായി അല്ലേ? അപ്പോ നമ്മുടെ ഈ ഓൾഡ് വുമൺ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? അവിടെയെല്ലാം എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടേയിരുന്നു അല്ലേ? പൊടി വീടുന്നതിനനുസരിച്ച് എപ്പോഴും വൃത്തിയായിക്കൊണ്ടേയിരുന്നു അല്ലേ? അങ്ങനെ ഇങ്ങനെ വൃത്തിയാക്കുന്നതിനനുസരിച്ച് പൊടി എന്ത് ചെയ്യാൻ തുടങ്ങി? മുകളിലേക്ക് പോയി നമ്മുടെ ആകാശത്തിന്റെ സ്കൈയുടെ കണ്ണിൽ വന്ന് പതിക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ. അതിപ്പോ എന്താ സംഭവിച്ചത്? നമ്മുടെ സ്കൈ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? സ്നീസ് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലേ? തുമ്മാനായിട്ട് തുടങ്ങി. ഓക്കെ. അപ്പോ എന്താണ്? വളരെ വലിയ ശബ്ദം കേട്ടു അല്ലേ? ശബ്ദം കേട്ടപ്പോ അവിടെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? പെട്ടെന്ന് അവരുടെ വീടുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങി. പക്ഷെ നമ്മുടെ ഓൾഡ് വുമൺ ഇത് വല്ലതും ശ്രദ്ധിച്ചോ? ഇല്ല. അവിടെ ഓൾഡ് വുമൺ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? അവിടെ എല്ലാം എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടേയിരുന്നു. ഓക്കെ. അങ്ങനെ നമ്മുടെ ആകാശത്തിന്റെ കണ്ണിൽ നിന്നും എന്ത് വരാനായിട്ട് തുടങ്ങി? കണ്ണുനീരല്ലേ? വാട്ടർ വരാനായിട്ട് തുടങ്ങി. ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി സ്റ്റോറി നമുക്ക് നോക്കാം. എന്താണ്? നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. ഓക്കെ. പേജ് നമ്പർ 31. ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ. These tears became so big in size that they started to drop on the earth below. The old lady, still engrossed in her work, failed to notice these tears dropping down the eyes of the sky. Until one big drop fell on the patch she had just filled. This drop of water caused a deep puddle on her clean land. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. These tears became so big in size. അല്ലേ? ഇവിടെ ആകാശത്തിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ എങ്ങനെയുള്ളതായിരുന്നു? വളരെ വലുതായിരുന്നു, വലിയ സൈസ് ഉള്ളതായിരുന്നു അല്ലേ? ബിഗ് ഇൻ സൈസ് ആണ് അല്ലേ? That they started to drop on the earth below. താഴെ ഭൂമിയിലേക്ക് അതെന്ത് ചെയ്തു? വന്ന് പതിച്ചു. The old lady, still engrossed in her work, failed to notice these tears dropping down the eyes of the sky. പക്ഷെ ആ സമയവും നമ്മുടെ ഈ ഓൾഡ് വുമൺ അല്ലേ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവരുടെ കാര്യത്തിലല്ലേ? അവർ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കാര്യത്തിൽ തന്നെ എന്ത് ചെയ്തു? മുഴുകിയിരുന്നു അല്ലേ? എന്താണ്? Engrossed in her work, failed to notice these tears dropping down the eyes of the sky. അല്ലേ? നമ്മുടെ ആകാശത്തിൽ നിന്നുള്ള കണ്ണുനീര് താഴേക്ക് വീഴുന്ന ഒന്നും എന്ത് ചെയ്തില്ല നമ്മുടെ ഈ ഓൾഡ് വുമൺ? ശ്രദ്ധിച്ചതേയില്ല. Until one big drop fell on the patch she had just cleaned. This drop of water caused a big puddle on her clean land. അല്ലേ? ഒരു വലിയ ബിഗ് ഡ്രോപ്പ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു? നമ്മുടെ എർത്തിലേക്ക് വന്ന് പതിച്ചു എന്ന് പറഞ്ഞു അല്ലേ? അത് എന്ത് ചെയ്തു? നമ്മുടെ ഓൾഡ് വുമൺ വൃത്തിയാക്കിയിരുന്ന ലാൻഡിലേക്കാണ് വന്ന് പതിച്ചത്. Until one big drop fell on the patch she had just cleaned.
This drop of water caused a big puddle on her clean land. അല്ലേ അപ്പോൾ നമ്മുടെ ഓൾഡ് വുമൺ ആ ക്ലീൻ ആക്കി തെക്കിക്കൊണ്ടിരുന്ന ആ ലാൻഡിലേക്ക് ആ ഭൂമിയിലേക്കാണ് വന്ന് പതിച്ചത്. അവിടെ ആ ഒരു ബിഗ് ഡ്രോപ്പ് എന്തായി മാറിയോ വലിയൊരു puddle അല്ലേ വലിയൊരു കുളമായിട്ട് മാറി അല്ലേ വെള്ളം കൊണ്ട് വലിയൊരു കുളം പോലെ മാറി. നോക്കിക്കേ. So infuriated, she turned to look at the sky for causing this puddle. Saying nothing, she picked up her broom and cleared the puddle again. Just as she cleared the puddle, another huge drop fell on her land. She cleaned again and the drop fell again. Now the drops fell in such a quick succession that her entire land became sodden with water. എന്താ പറഞ്ഞിരിക്കുന്നത്? So infuriated. Infuriated ന്റെ മീനിങ് എന്താണ്? Very angry. എന്താണ് infuriated ന്റെ മീനിങ്? Very angry. She turned to look at the sky for causing this puddle. അല്ലേ വളരെ ദേഷ്യത്തോടെ നമ്മുടെ ഈ ഓൾഡ് വുമൺ അല്ലേ താൻ വൃത്തിയാക്കിയ ലാൻഡിലേക്ക് വലിയൊരു പടൽ ഉണ്ടായ ടൈമിൽ വളരെയധികം ദേഷ്യം നമ്മുടെ സ്കൈയോട് നമ്മുടെ ഓൾഡ് വുമൺ ഉണ്ടാവുകയും എന്ത് ചെയ്യുകയും ചെയ്തു? ദേഷ്യത്തോടെ സ്കൈയെ അല്ലേ ആകാശത്തെ നോക്കാനും തുടങ്ങി. Saying nothing, she picked up her broom and cleared the puddle away. പക്ഷെ ഒന്നും പറഞ്ഞില്ല അല്ലേ ആകാശത്തെ ഒന്നും പറഞ്ഞില്ല അല്ലേ ഒന്നും പറയാൻ എന്ത് ചെയ്തു? ഒരു കുളം അവിടെ നിന്ന് തന്റെ ചൂല് ഉപയോഗിച്ച് എന്ത് ചെയ്തു? വൃത്തിയാക്കി അല്ലേ അവിടെ നിന്നും മാറ്റി. Just as she cleared the puddle, another huge drop fell on her land. അല്ലേ അവിടെ നിന്നും ഒരു പടൽ എന്ത് ചെയ്തു? നീക്കം ചെയ്തു അല്ലേ അവിടെ നിന്ന് വൃത്തിയാക്കി. അവിടെ ദേഷ്യത്തോടെ തന്നെ എന്ത് ചെയ്തു? തന്റെ ലാൻഡിൽ വന്ന് പതിച്ച ഈ ഒരു പടലിനെ എന്ത് ചെയ്തു? അവിടെ നിന്ന് നീക്കി. നീക്കിയിട്ട് തൊട്ടുപിറകെ എന്ത് സംഭവിച്ചത്? അടുത്ത ഡ്രോപ്പിൽ എന്ത് ചെയ്തു? ലാൻഡിലേക്ക് ക്ലീൻ ആയിട്ടുള്ള ലാൻഡിലേക്ക് എന്ത് ചെയ്തു? She cleaned again and the drop fell again. Now the drops fell in such a quick succession that her entire land became sodden with water. അല്ലേ അപ്പോ അത് വൃത്തിയാക്കിയിട്ട് തൊട്ടുപിറകെയാണ് അടുത്ത ഡ്രോപ്പ് വീഴുന്നത് അല്ലേ അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? ഓരോരോ തുള്ളികൾ താഴേക്ക് വീഴാനായിട്ട് തുടങ്ങി. Quick succession എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? One after the other. ഒന്നിനു പുറകെ ഒന്നായിട്ട് അല്ലേ ഒന്ന് കഴിഞ്ഞ് അടുത്തത് എന്ത് ചെയ്തു? അവിടെ നിന്ന് ഓരോ ഡ്രോപ്പും വീഴുന്നതിനനുസരിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓൾഡ് വുമൺ അല്ലേ ഓരോന്ന് വൃത്തിയാക്കുന്നതിനനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യുകയാണ്? താഴേക്ക് വന്ന് ഈ ബിഗ് ഡ്രോപ്സ് വന്ന് പതിക്കുകയാണ് നമ്മുടെ ഓൾഡ് വുമന്റെ ലാൻഡിലേക്ക്. That her entire land becomes sodden with water. അല്ലേ അവരുടെ എല്ലാം അവരുടെ ലാൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങി? വെറ്റാവാൻ തുടങ്ങി, നനയാനായിട്ട് തുടങ്ങി അല്ലേ. സോഡന്റെ മീനിങ് എന്താണ്? വെരി വെറ്റ്. ഓക്കെ ക്ലിയർ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കേ. The old lady could not bear to see the first fruit of her labor go waste. So she turned to the poor sky and urged at it to stop crying. She shook her fist in rage, yelling at the wind at the sky. She threatened the sky to stop spoiling her land, but the poor sky could not stop. അല്ലേ അപ്പോ എപ്പോഴും ഈ മുകളിൽ നിന്ന് താഴെ ഓരോരോ തുള്ളികളായിട്ട് വീണുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഓൾഡ് വുമൺ എന്താണ്? അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓരോന്ന് വൃത്തിയാക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നല്ലേ അവർ ചെയ്യുന്നതിന് യാതൊരു ഫലവും കണ്ടില്ല അല്ലേ. എപ്പോഴും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? അവിടെ എല്ലാം നനഞ്ഞു കുളമായിട്ട് മാറി അല്ലേ. അപ്പോൾ നമ്മുടെ വൃത്തിക്കല്ലേ നമ്മുടെ ഓൾഡ് വുമൺ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? സഹിക്കാനായിട്ട് കഴിഞ്ഞു. ഒന്നും സഹിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും എന്താണ് അവിടെ എല്ലാം വൃത്തികേടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ചെയ്തത്? നമ്മുടെ സ്കൈയെ നോക്കിയിട്ട് നമ്മുടെ ഓൾഡ് വുമൺ എന്ത് പറയുകയാണ്? അതിന്റെ കരച്ചിൽ ഒന്ന് നിർത്താനായിട്ട് പറഞ്ഞു അല്ലേ. കരച്ചിൽ നിർത്താനായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഓൾഡ് വുമൺ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ സ്കൈക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞോ? ഇല്ല. പക്ഷെ നമ്മുടെ സ്കൈക്ക് കരയുന്നത് നിർത്താനായിട്ട് കഴിഞ്ഞില്ല. They provoked her so much that she picked up her longest broom and clouted the sky with it. The sky tried to dodge and save itself, but the old lady just would not give up. She kept on clobbering and thwacking the sky with her broom. This provoked her so much that she picked up her longest broom and clouted the sky with it. Provoked meaning എന്താണ്? To cause someone to become angry. അല്ലേ അവര് കൂടുതൽ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? നമ്മുടെ ഓൾഡ് വുമണിനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. കാരണം എന്താണ്? നമ്മുടെ സ്കൈക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. തന്നെ കരച്ചിൽ നിർത്താനായിട്ട് കഴിഞ്ഞോ? ഇല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും താഴേക്ക് വെള്ളത്തുള്ളികൾ താഴേക്ക് വീണുകൊണ്ടേയിരുന്നു അല്ലേ. That she picked up her longest broom. അപ്പോൾ നമ്മുടെ ഓൾഡ് വുമൺ എന്ത് ചെയ്തു? തന്റെ കയ്യിലുള്ള നീളമുള്ള ബ്രൂം എടുത്തല്ലേ. ബ്രൂം എടുത്തതിന് ശേഷം എന്താണ് ചെയ്തത്? And clouted the sky with
with it. Cloudry എന്താണ് to hit. Cloudന്റെ മീനിങ് എന്താണ് to hit. അതിനെ ആകാശത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി അടിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ പറഞ്ഞില്ലേ എർത്തും സ്കൈയും എന്താണ് വളരെ അടുത്താണ്. നമ്മുടെ ഒരു ഹാൻഡിന് അടുത്തായിട്ട് തന്നെയാണ് എന്തുള്ളത് സ്കൈ ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ സ്കൈ നല്ല ലോങ് ആയിട്ടുള്ള ബ്രൂം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി ഹിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. The sky tried to dodge and save itself, but the older lady just would not give up. എന്താണ് dodge ന്റെ മീനിങ്? A clever way to escape from someone. അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ബ്രൂം ഉപയോഗിച്ച് നമ്മൾ സ്കൈ എന്ത് ചെയ്യാൻ തുടങ്ങി ഹിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ആകാശം എന്ത് ചെയ്തു? സ്കൈ എന്ത് ചെയ്തു? ശ്രമിച്ചു. അവിടെ നിന്നും നമ്മുടെ ഈ ഓൾഡ് വുമന്റെ അടിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. And saved itself, but the old lady just would not give up. പക്ഷേ നമ്മുടെ സ്കൈ ഹിറ്റ് ചെയ്യുന്നത് നിർത്തിയോ ഓൾഡ് വുമൺ? ഇല്ല. She kept on clobbering and thwacking the sky with her broom. എന്താണ് clobbering and thwacking? To hit. അല്ലേ? അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അടിച്ചുകൊണ്ടേയിരുന്നു. The poor sky could not bear this any longer, so it decided to move away from the old lady, from its dear old friend and from all the people. It started to fly up and higher up and reached so high that now it was out of the reach of the old lady. എന്താ പറഞ്ഞത്? നമ്മുടെ ഓൾഡ് വുമൺ നമ്മുടെ സ്കൈ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ സ്കൈക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചില്ല? സഹിക്കാനായിട്ട് സാധിച്ചില്ല. ഈ അടി സഹിക്കാനായിട്ട് സാധിച്ചില്ല. So it decided to move away from the old lady. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൈ എന്ത് തീരുമാനിച്ചു? ഈ ഓൾഡ് ലേഡിയിൽ നിന്നും മാറാനായിട്ട് അല്ലേ, ഓൾഡ് ലേഡിയുടെ അടിയിൽ നിന്നും അല്ലേ ഒന്ന് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിച്ചു. From its dear old friend the earth. കൂടാതെ ഭൂമിയിൽ നിന്ന് മാത്രമല്ല തന്റെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തായ തന്റെ എർത്തിൽ നിന്നും തന്റെ കൂട്ടുകാരനായ ഭൂമിയുടെ അടുത്ത് നിന്നും മാറാനായിട്ട് ഡിസൈഡ് ചെയ്തു. And from all the people. പിന്നീട് ആരുടെ അടുത്ത് നിന്നുമാണ്? അവിടെയുള്ള തന്റെ people അല്ലേ, ജനങ്ങളുടെ അടുത്ത് നിന്നും അവിടെ നിന്ന് മാറാനായിട്ട് ആഗ്രഹിച്ചു. It started to fly up and higher up and reached so high that now it was out of the reach of the old lady. അങ്ങനെ നമ്മൾ ഫ്ലൈ എന്ത് ചെയ്തു? ഉയർന്ന് മുകളിലേക്ക് അല്ലേ ബുദ്ധയുടെ കയ്യിൽ നിന്നും ഓൾഡ് ലേഡിയുടെ അടുത്ത് നിന്നും തന്റെ എർത്തിന്റെ അടുത്ത് നിന്നും അതോടൊപ്പം അവിടെയുള്ള ആളുകളുടെ അടുത്ത് നിന്നും വളരെ ഉയരത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? വളരെ ഉയരത്തിലേക്ക്. That now it was out of the reach of the old lady. ഓൾഡ് ലേഡിയുടെ അടുത്ത് നിന്നും എന്ത് ചെയ്തു? വളരെ അകലെയാണ്. The sky has not come back since then. Fearing the old lady and has chosen to remain as high and away from all as possible. അപ്പോൾ എന്താണ് സംഭവിച്ചത്? പിന്നീട് ഒരിക്കലും നമ്മുടെ സ്കൈ എന്ത് ചെയ്യില്ല? തിരിച്ച് തന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ തന്റെ ആളുകളുടെ അടുത്തേക്ക് എന്ത് ചെയ്യില്ല? തിരിച്ചു വന്നില്ല ഇപ്പോൾ അല്ലേ. Fearing the old lady അല്ലേ, ഓൾഡ് ലേഡി പേടിച്ചിട്ട് നമ്മുടെ ഈ സ്കൈ എന്ത് ചെയ്തില്ല? തിരിച്ച് എർത്തിന്റെ അടുത്തേക്ക് എന്ത് ചെയ്തില്ല? വന്നില്ല, അവിടെ തന്നെ നിന്നു. And has chosen to remain as high and away from all possible. അല്ലേ, അപ്പോൾ എന്ത് തീരുമാനിച്ചു? നമ്മുടെ സ്കൈ അവിടെ തന്നെ ഉയരത്തിൽ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിച്ചു. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സ്കൈ എന്താണ് ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നത് അല്ലേ? ഒരു സ്റ്റോറിയാണ് അല്ലേ, അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് അല്ലേ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സ്കൈ എന്താണ് ഇത്ര ഉയരത്തിൽ നിൽക്കുന്നത് അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറിയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ സ്റ്റോറി മനസ്സിലായോ? ആർക്കും മനസ്സിലായോ? ഓക്കെ, എന്താണ് ചാപ്റ്റർ നെയിം? Why the sky is so high. എന്താണ് ചാപ്റ്റർ നെയിം? Why the sky is so high. ഓക്കെ, അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, ശരിയല്ലോ? എത്ര ടൈംസ് റീഡ് ചെയ്യും? 2 times റീഡ് ചെയ്യണം കേട്ടല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് മീനിങ്സ് പഠിച്ചു. നമുക്ക് നോക്കിക്കേ. ഇൻഫ്യൂരിയേറ്റഡ് എന്താ മീനിങ്? ഇൻഫ്യൂരിയേറ്റഡ് എന്താണ്? വെരി ആംഗ്രി അല്ലേ. ഇൻഫ്യൂരിയേറ്റഡിന്റെ മീനിങ് എന്താണ്? വെരി ആംഗ്രി. എല്ലാവരും പറയാൻ ഉദ്ദേശിക്കണോ? ഇൻഫ്യൂരിയേറ്റഡ് പറഞ്ഞേ വെരി ആംഗ്രി. സഡൻ എന്താണ് മീനിങ്? വെരി വെറ്റ്. സഡന്റെ മീനിങ് എന്താണ്? വെരി വെറ്റ്. നെക്സ്റ്റ് നോക്കിക്കേ. ക്വിക്ക് സസെഷൻ എന്താണ് മീനിങ്? one after the other. Quick succession meaning എന്താണ്? one after the other. പിന്നെ എന്താണ്? provoked. provoked ന്റെ meaning എന്താണ്? to cause someone to become angry. എന്താണ്? to cause someone to become angry. clouted എന്താണ് meaning? to hit. clouted ന്റെ meaning എന്താണ്? to hit. clobbering and thwacking എന്താണ്? to hit. Dodge meaning എന്താണ്? A clever
escape from someone. എന്താണ് meaning? A clever way to escape from someone. Okay, meaning മനസ്സിലായോ? നമ്മൾ പറയുന്നത് ഈ infuriated എന്താണ് meaning? Very angry, sudden, very mad, quick succession, one after the other, provoked. In the meaning to cause someone to become angry, clouted. In the meaning to hit, clambering and quacking, to hit, dodge. A clever way to escape from someone. Okay, so meaning മനസ്സിലായല്ലോ, സ്റ്റോറി മനസ്സിലായല്ലോ. ഓക്കേ, അപ്പോൾ നമ്മുടെ സ്കൈ എന്താണ് ഇത്ര ഉയരത്തിൽ നിൽക്കുന്നത്? അതിന് കാരണമായ ആരാണ്? ഈ ഓൾഡ് വുമൺ ആണ് അല്ലേ? ഓക്കേ, മനസ്സിലായല്ലോ. ഓക്കേ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച ഈ മീനിങ് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് കോപ്പി ബുക്കിലേക്ക് എന്ത് ചെയ്യാം? ഈ മീനിങ് എഴുതി പഠിക്കാം. ഓക്കേ, സ്പെല്ലിംഗ് എല്ലാവരും പറഞ്ഞ് തന്നെ എഴുതി പഠിക്കണം. ഓക്കേ, അപ്പോൾ തന്നെ നമ്മൾ പഠിച്ച ബാക്കി സ്റ്റോറി എല്ലാവരും റീഡ് ചെയ്ത് പേരന്റിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് ടീച്ചറിന് അയച്ചു. ഓക്കേ, ചെയ്യാലോ. ഓക്കേ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെസണുമായി ബന്ധപ്പെട്ട എക്സസൈസ് ചെയ്യാം. ഓക്കേ, റെഡിയാണോ എല്ലാവരും? സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം. റെഡിയാണോ എല്ലാവരും? ഓക്കേ, അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ. Based on your understanding of the story, write whether the following statements are true or false. Correct the false statements. അല്ലേ? അപ്പോൾ തന്നിരിക്കുന്നതിൽ true or false മാത്രം നമുക്ക് ചെയ്തിരുന്നാൽ മതി. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യണ്ട. ഓക്കേ, നമുക്ക് ഫസ്റ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ റൈറ്റ് ചെയ്യും. നോക്കിക്കേ, ടീച്ചർ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത്. നോക്കിക്കേ, this story dates back to the time when the sky and the earth lived together. എന്താണ്? This story back to the time when the sky and the earth lived together. ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് എല്ലാവരും ഒരുമിച്ചായിരുന്നു എഴുതുന്നല്ല? വളരെ അടുത്ത് തന്നെ ആയിരുന്നല്ലേ? അപ്പോൾ എന്താണ് അത്? ട്രൂ അല്ലേ? റൈറ്റ് ചെയ്യുന്നത് എന്താണ്? ട്രൂ. റൈറ്റ് ചെയ്യുന്നത് എല്ലാവരും എന്താണ്? ട്രൂ. സെക്കൻഡ് വൺ നോക്കിക്കേ. The old lady was the oldest woman in the village. കറക്റ്റാണോ? ഓൾഡ് വുമൺ എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ലേഡി ആയിരുന്നു ആ വില്ലേജിലെ ആണല്ലേ? അപ്പോൾ എന്താണത്? ട്രൂ. റൈറ്റ് ചെയ്യുന്നത് എന്താണ്? ട്രൂ. തേർഡ് വൺ നോക്കിക്കേ. The old lady kept herself busy by mending her clothes. അല്ല അല്ലേ? അപ്പോൾ എന്താണത്? false. എന്താണ്? false. ഫോർത്ത് വൺ നോക്കാം. The dust cleared away from the old lady's head when we swept it. remove ആയോ? ഇല്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു അല്ലേ? അപ്പോൾ എന്താണത്? false. ഓക്കേ, ഫിഫ്ത്ത് വൺ നോക്കാം. നോക്കിക്കേ. The sky moved away from the earth because it was annoyed with the old lady. നമ്മുടെ ഓൾഡ് ലേഡി എന്ത് ചെയ്തു? നമ്മുടെ സ്കൈ ഹിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തത്? സ്കൈ എർത്തിൽ നിന്നും മൂവ് ചെയ്തത് അല്ലേ? അപ്പോൾ എന്താണത്? ട്രൂ. ഓക്കേ, റൈറ്റ് ചെയ്തല്ലോ. റൈറ്റ് ചെയ്തോ കറക്റ്റായിട്ട്? ഈ ഡിഷ് റെഡി ചെയ്യാം. This story dates back to the time when the sky and the earth lived together. തന്നെ എന്താണ്? ട്രൂ. The old lady was the oldest woman in the village. എന്താണ്? ട്രൂ. The old lady kept herself busy by mending her clothes. എന്താണ്? false. The dust cleared away from the old lady's head when she swept it. എന്താണ്? false. The sky moved away from the earth because it was annoyed with the old lady. എന്താണ്? true. ഓക്കേ, അപ്പോൾ എല്ലാവരും കറക്റ്റ് റൈറ്റ് ചെയ്തല്ലോ. ഓക്കേ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ടീച്ചർ ഈ വീഡിയോയുടെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്കും കോപ്പി ബുക്കിലേക്കും റൈറ്റ് ചെയ്യുക. ഇതിന് നന്നായിട്ട് പഠിക്കുക. ഓക്കേ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും ഒരു 2 ടൈംസ് വീതം എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. ഓക്കേ, ചെയ്യാലോ. ഓക്കേ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എക്സസൈസ് വേറെ ഒന്നുമില്ല. ഓക്കേ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലും ടീച്ചർ പഠിപ്പിച്ചത് സ്റ്റോറിയുടെ ബാക്കി മനസ്സിലായോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇതിൽ നമ്മൾ കുറച്ച് ന്യൂ വേർഡ്സ് പഠിച്ചു. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കേ, അതോടൊപ്പം തന്നെ ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ടീച്ചർ തരുന്നുണ്ട്. അതോടൊപ്പം ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ഓക്കേ നന്നായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? പഠിക്കുക. പഠിക്കാമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ ചോദിച്ചിരുന്നാൽ മതി. ടീച്ചർ പറഞ്ഞുതരാം. ഓക്കേ ഓക്കേ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ടീച്ചർ പറഞ്ഞ വർക്കുകൾ ചെയ്ത് ടീച്ചറിന് അയച്ചു തരിക. ഓക്കേ ഓക്കേ, നെക്സ്റ്റ് we are going to learn maths. All of you take textbook page number 144. ഓക്കേ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് റൗണ്ടിങ് നമ്പേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ
അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. റൗണ്ടിങ് നമ്പേഴ്സ് ഒക്കെ നന്നായിട്ട് അറിയാം. നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് റൗണ്ടിങ് നമ്പേഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 144. ഓക്കെ, എന്താണ് ചാപ്റ്റർ നെയിം പറഞ്ഞേ? എന്താണ്? ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്. എന്താണ് ചാപ്റ്റർ നെയിം? ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്. എന്താണ് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്? ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്? അറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ നമുക്ക് ആ ഒരു നമ്പർ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് എന്തായിരിക്കും? ആ ഒരു നമ്പറിന്റെ എന്താണ് ഫാക്ടേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ 2 into 7 എത്രയാണ്? 40 അല്ലേ? 2 into 7 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 14 കിട്ടുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 14 കിട്ടുന്നതിന് വേണ്ടി നമ്മൾ 2 ഉം 7 ഉം കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പോൾ ഈ 14 ന്റെ ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? 2 ഉം 7 ഉം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 14 ന്റെ ഫാക്ടേഴ്സ് ആണ് 2 ഉം 7. നോക്കിക്കേ, 6 into 2 എത്രയാണ്? 12 അല്ലേ? അപ്പോൾ 12 ന്റെ ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെ? 6, 2 അല്ലേ? അപ്പോൾ നമുക്ക് 12 കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണോ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് 12 കിട്ടിയത് അല്ലേ? ആ രണ്ട് നമ്പേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ 12 ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? ആണോ? 12 നമുക്ക് വേറെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടില്ലേ? ഏതാണ്? 4 into 3 എത്രയാണ്? 12 അല്ലേ? എത്രയാണ്? 12. അപ്പോൾ ഏതൊക്കെ വരും 12 നകത്ത് ഫാക്ടർ ആയിട്ട്? 6 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ രണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു പ്രോഡക്റ്റ് കിട്ടും അല്ലേ? അപ്പോൾ ആ നമ്പറിന്റെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് 2 നമ്പേഴ്സ് എന്ന് പറയും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് 14 നമ്മൾ 2 into 7 is equal to 14 ആണ് അല്ലേ? അപ്പോൾ 14 ന്റെ ഫാക്ടേഴ്സ് ആണ് എന്ന് പറയുന്നത് 2 ഉം 7 ഉം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 14 നമ്മൾ എന്തുകൊണ്ട് 14 നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. 14 നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 14 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 7 2s are 40 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? റിമൈൻഡർ 0 ആണ് അല്ലേ? വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. തിരിച്ച് നമ്മൾ 14 നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നോക്കിക്കോ, 2 7s are 14 അല്ലേ? അപ്പോൾ 0 ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് അല്ലേ? നോക്കിക്കേ, ഇവിടെ എന്താണ്? 0 ആണ് കിട്ടുന്നത് അല്ലേ? അവിടെ റിമൈൻഡർ 0 ആണ്. 1 2 3 ആണോ? അല്ല. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? പൂർണ്ണമായിട്ട് അല്ലേ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു അല്ലേ? വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. ഒരു കറക്റ്റ് നമ്പർ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിമൈൻഡർ എന്ത് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. ക്ലിയർ ആണേ? ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് 14 ന്റെ ഫാക്ടേഴ്സ് ആണ് എന്ന് പറയുന്നത് 7 ഉം 2 എന്നും പറയുന്നത്. റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. ഓക്കെ, നോക്കിക്കേ, factors of a number are those which divide the number without leaving any number അല്ലേ? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതുകൊണ്ട് നമ്മൾ ആ ഒരു നമ്പർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എപ്പോഴും എന്തേ കിട്ടൂ? 0 കിട്ടൂ, വേറെ ഒന്നും കിട്ടില്ല. അതാണ് ആ ഒരു നമ്പറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ടീച്ചർ 14 ന്റെ കേസ് ആണ് കാണിച്ചത് അല്ലേ? അപ്പോൾ 14 ന്റെ ഫാക്ടേഴ്സ് ആണ് 7 2 എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഫാക്ടർ ആവാനുള്ള റീസൺ എന്താണ്? നമ്മൾ ആ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എപ്പോഴും എന്തേ കിട്ടൂ? 0 കിട്ടൂ. വേറെ ഏതെങ്കിലും 1 2 വല്ലതും കിട്ടിയോ? ഇല്ല. അപ്പോൾ 0 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഈ 14 ന്റെ ഫാക്ടേഴ്സ് ആണ് 2 ഉം 7 ഉം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ആ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും തന്നെ കിട്ടുകയില്ല, 0 ആയിരിക്കും. ക്ലിയർ ആണേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? 14 is a multiple of both 2 and 7 അല്ലേ? 2 ന്റെയും 7 ന്റെ ടേബിളിൽ എന്ത് വരുന്നുണ്ട്? 14 വരുന്നുണ്ടല്ലേ? ഓക്കെ, നോക്കിക്കേ, അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് കേൾക്കുന്നു നിങ്ങൾ? പ്രൈം ഫാക്ടേഴ്സ് എന്താ? പ്രൈം ഫാക്ടേഴ്സ് എന്താ പറഞ്ഞേ? അറിയാമോ നിങ്ങൾക്ക് എന്താ പ്രൈം ഫാക്ടേഴ്സ് എന്ന്? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? എന്താ പ്രൈം ഫാക്ടേഴ്സ്? എന്താണ് പ്രൈം ഫാക്ടേഴ്സ്? എന്താണ് പ്രൈം ഫാക്ടേഴ്സ്? അറിയാമോ നിങ്ങൾക്ക് എന്താ പ്രൈം ഫാക്ടേഴ്സ് എന്നുള്ളത്? നോക്കിക്കേ, ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ which are prime are called prime factors അല്ലേ? എന്താ പറയുന്നത്?
അല്ലേ? ഇപ്പം 2 3 എന്ന് പറയുന്ന നമ്പേഴ്സ് നമുക്ക് വീണ്ടും എന്താണ് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ് 2 3 എന്ന് പറയുന്ന നമ്പേഴ്സ് നമുക്ക് വേറെ ഏതെങ്കിലും ടേബിളിൽ കാണാനായിട്ട് പറ്റുമോ? 2 ന്റെ ടേബിളിൽ അല്ലെങ്കിൽ 2 ഉള്ളൂ, 3 യുടെ ടേബിളിൽ അല്ലെങ്കിൽ 3 ഉള്ളൂ, അല്ലെങ്കിൽ 7 ന്റെ ടേബിളോ 8 ന്റെ ടേബിളിലോ 3 ഓ 2 ഓ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ഇല്ല. 5 വരുന്നുണ്ടോ? ഇല്ല. 7 വരുന്നുണ്ടോ? ഇല്ല. അല്ലേ? അപ്പം അതിൽ എന്തില്ല? മറ്റൊരു ടേബിളിനകത്തൊന്നും യാതൊരു പ്ലേസും ഇല്ല അല്ലേ? അപ്പോ എന്താണ് അതിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റുകയില്ല? ഡിവൈഡ് ചെയ്തെടുക്കാം അല്ലേ? ഓരോരോ ഘടകങ്ങളാക്കാൻ പറ്റുകയില്ല അല്ലേ? 4 നെ നമുക്ക് പറ്റും അല്ലേ? 4 നെ എങ്ങനെയാണ്? നമുക്കറിയാം 2 2s are 4 പറ്റില്ലേ? വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ 3 7 ഇതിനേക്ക് ഏതെങ്കിലും നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? 7 നോ 5 നോ 1 into 5 5 എന്നല്ലാതെ വേറെ ഏതെങ്കിലും നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടുന്നുണ്ടോ? ഇല്ല. 3 കിട്ടുന്നുണ്ടോ? 1 into 3 എന്നല്ലാതെ വേറെ ഏതെങ്കിലും നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് 3 കിട്ടുന്നുണ്ടോ? ഇല്ല. 2 കിട്ടുന്നുണ്ടോ? ഇല്ല. അല്ലേ? ഓക്കേ. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? വിഭജിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം ഫാക്ടേഴ്സ്. ഓക്കേ. നമുക്ക് 4 ന് പറ്റും. 2 2s are 4 വരുന്നുണ്ട്. 1 4s are 4 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? പ്രൈം ഫാക്ടർ അല്ല അല്ലേ? ഓക്കേ. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിക്കേ. ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ which are prime are called prime factors. ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ which are prime are called prime factors. ക്ലിയർ ആണേ? പ്രൈം ഫാക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? വീണ്ടും എന്ത് ചെയ്യാൻ സാധിക്കില്ല? വിഭജിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ 14 ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 7 ഉം 2 ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 7 ഉം 2 എന്ന് പറയുന്നത് പ്രൈം ഫാക്ടർ ആണോ? ആണ് അല്ലേ? 7 ഉം 2 നും വീണ്ടും ഫാക്ടർ ആക്കാൻ പറ്റുമോ നമുക്ക്? ഏതെങ്കിലും നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. 7 ഉം 2 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആയേ? അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ. കൺസിഡർ നമ്പർ 36. എന്താണ് 36 എന്ന് പറയുന്ന നമ്പർ കൺസിഡർ ചെയ്യുന്നത്? അപ്പോൾ നോക്കാം. നോക്കിക്കേ 36 എന്ന് പറയുന്ന നമ്പർ. ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ പറയാം? 36 ന്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 36 ന്റെ ഫാക്ടേഴ്സ് 36 ന്റെ ഫാക്ടേഴ്സ് തന്നെ 36 ന്റെ ടേബിൾ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം 36. ഓക്കേ. 1 എഴുതാൻ എത്ര ടൈംസ് ആണ്? 1 into 36 അല്ലേ? അപ്പോൾ നമുക്ക് 1 എഴുതാനോ? എഴുതാം. ഓക്കേ. നമുക്കറിയാം 6 ന്റെ ടേബിൾ 6 6 are 36 അറിയാം അല്ലേ? അപ്പോൾ 6 ന്റെ ടേബിൾ ഉണ്ട്. 6 into 6 അല്ലേ? 36. പിന്നെയോ 9 ന്റെ ടേബിൾ അല്ലേ? 9 ന്റെ ടേബിൾ എത്ര ടൈംസ് ആണ്? 9 4s are 36. അപ്പോൾ നമുക്ക് 9 എഴുതാം 4 എഴുതാം. ഓക്കേ. നെക്സ്റ്റ് 2 ന്റെ ടേബിൾ ഉണ്ടല്ലോ 36. എത്ര ടൈംസ് ആണ്? 18 അല്ലേ? 18 into 2 അല്ലേ? 36. അപ്പോൾ നമുക്ക് 2 എഴുതാലോ? 82. പിന്നെ 3 ന്റെ ടേബിൾ ഇല്ലേ? ഉണ്ട്. എത്ര ടൈംസ് ആണ്? 12. 12 into 3 എത്രയാണ്? 36 അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 12 3 അല്ലേ? അപ്പോൾ ഇത്രയും നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 36 ന്റെ ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെയാണ് 36 1 അല്ലേ? ആ നമ്പർ തന്നെ 36 ന്റെ ഫാക്ടർ അല്ലേ? 1 എന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടർ അല്ലേ? 6 9 4 18 2 12 3 ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? 36 ന്റെ ഫാക്ടേഴ്സ് ആണ്. ഓക്കേ. അപ്പോൾ ഇതില് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കിക്കേ. ഇല്ല പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഏതാണ്? ഏതാണ്? 2 അല്ലേ? ഏതാണ്? 2. പിന്നെ നെക്സ്റ്റ് ഏതാണ്? 3. ഏതാണ്? 3. കണ്ടില്ലേ? ബാക്കി എല്ലാ നമ്പേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ലേ? 36 ന് പറ്റുമല്ലോ. 6 ന് കൊണ്ടുള്ള 3 2s are 6. 3 ന് 9 ന് പറ്റുമല്ലോ. 3 3s are 9. 4 ന് പറ്റുമല്ലോ. 2 2s are 4. 18 പറ്റുമല്ലോ. 9 2s are 18. 6 2s are 12 അല്ലേ? പക്ഷേ ബാക്കി 3 നും 2 എന്ന് പറയുന്നത് 1 ടൈമേ ഉള്ളൂ. ബാക്കിയുള്ള ടേബിൾസിലൊന്നും നമുക്ക് 2 നും 3 നും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ 36 ലെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 3 ആണ്. അപ്പോൾ 36 ലെ പ്രൈം നമ്പേഴ്സ് 36 ലെ ഫാക്ടേഴ്സിലെ പ്രൈം നമ്പേഴ്സ് ആണ് ഏതൊക്കെ? 2 3 മനസ്സിലായല്ലോ? ഓക്കേ. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് അറിയാലോ. അപ്പോൾ
പിന്നെന്താണ് 4 2s are 8 അല്ലേ അപ്പോൾ നമുക്ക് എഴുതാം 4 2 ഓക്കേ അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം എന്താണ് 8 ന്റെ ഫാക്ടേഴ്സ് ആണ് ഇനി ഏതെങ്കിലും മൾട്ടിപ്പിൾസ് വരുന്നുണ്ടോ 8 ന് ഇല്ല 15 പറഞ്ഞേ ഈ 15 നമുക്ക് എന്താണ് പറയാം 1 റൈറ്റ് ചെയ്യാം 15 റൈറ്റ് ചെയ്യാം പിന്നെ എന്താണ് 15 പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഏതിലാണ് 5 3s are 15 അല്ലേ അപ്പോൾ നമുക്ക് എഴുതാലോ 5 3 അല്ലേ അപ്പോൾ നമ്മൾ 8 ന്റെ 15 ന്റെ ഫാക്ടേഴ്സ് റൈറ്റ് ഓക്കേ ഇനി എന്താണ് ഇതിൽ നോക്കിക്കേ ഇതിൽ കോമൺ ആയിട്ട് നമ്പേഴ്സ് വരുന്നുണ്ടോ ഏതാണ് 8 വരുന്നുണ്ടോ ഇല്ല 4 വരുന്നുണ്ടോ ഇല്ല 2 വരുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒന്നേ ഉള്ളൂ ഏതാണ് 1 അല്ലേ 1 എന്ന് പറയുന്നത് എന്താണ് അല്ലേ കോമൺ ആണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം 8 15 എന്താണെന്ന് പറയാം കോപ്രാൻ നമ്പേഴ്സ് ആണ് പറയാം മനസ്സിലായില്ലേ രണ്ട് ഫാക്ടേഴ്സ് രണ്ട് നമ്പേഴ്സിലെ ഫാക്ടേഴ്സിൽ കോമൺ ആയിട്ട് നമ്മൾ വരുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം 8 15 എന്താണ് കോപ്രാൻ നമ്പർ പറയാം മനസ്സിലായല്ലോ നെക്സ്റ്റ് നോക്കിക്കേ 12 and 15 എന്താണ് 12 and 15 നോക്കിക്കേ 12 50 12 ന്റെ ഫാക്ടേഴ്സ് പറഞ്ഞേ ഫസ്റ്റ് നമുക്ക് 1 എഴുതാം നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം 12 റൈറ്റ് ചെയ്യാം ഇനി പറഞ്ഞേ 12 വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ 6 2s are 12 അല്ലേ നമുക്ക് അറിയാം അപ്പോൾ നമുക്ക് എഴുതാലോ 6 2 ഓക്കേയോ ഇനി ഏതെങ്കിലും ഉണ്ടോ ഉണ്ട് അല്ലേ ഏതാണ് 3 ഉം 4 അല്ലേ 3 4s are എത്രയാണ് 12 അപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്യാലോ 3 4 ഓക്കേ അപ്പോൾ നമ്മൾ 12 ന്റെ ഫാക്ടേഴ്സ് റൈറ്റ് ചെയ്തു ഏതൊക്കെയാണ് 1 12 6 2 3 4 ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന നമ്പർ പറയുന്നത് 12 എന്ന് പറയാം ഓക്കേ നെക്സ്റ്റ് 15 നോക്കാം 1 റൈറ്റ് ചെയ്യാം പിന്നെ എന്ത് റൈറ്റ് ചെയ്യാം 15 റൈറ്റ് ചെയ്യാം നെക്സ്റ്റ് പറഞ്ഞേ 5 3s are 15 അല്ലേ ഓക്കേ നമുക്ക് റൈറ്റ് ചെയ്യാം 5 ഉം എഴുതാം 3 ഉം റൈറ്റ് ചെയ്യാം ഇനി ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് 15 ഇല്ല ഓക്കേ അപ്പോൾ 3 ആണ് ഉള്ളത് അപ്പോൾ നോക്കിക്കേ ഈ ഫാക്ടേഴ്സ് നോക്കിക്കേ 12 ന്റെ 15 ന്റെ ഫാക്ടേഴ്സ് നോക്കിക്കേ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാ 1 വരുന്നുണ്ട് ഇതിലുണ്ടോ ഉണ്ട് അപ്പോൾ 1 ഉണ്ട് 12 ഉണ്ടോ ഇല്ല 6 ഉണ്ടോ ഇല്ല 2 ഉണ്ടോ ഇല്ല 3 ഉണ്ടോ ഉണ്ട് അല്ലേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാലോ നോക്കിക്കേ 3 4 ഉണ്ടോ ഇല്ല അല്ലേ അതുപോലെ 15 ഉം ഇല്ല 5 ഉം ഇല്ല ഓക്കേ ഇവിടെ നോക്കിക്കേ കോമൺ ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ടോ 1 ഉം 3 ഉം വരുന്നുണ്ട് 1 മാത്രമാണോ വന്നത് അല്ല പിന്നെ എന്തും വന്നു 3 ഉം വന്നു അപ്പോൾ 1 ഉം 3 ഉം വരുന്നു അല്ലേ അപ്പോൾ അതിന്റെ കോമൺ ഫാക്ടർ ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട് 1 ഉം 3 ഉം വരുന്നുണ്ട് അപ്പോൾ 12 ന്റെയും 15 ന്റെയും കോമൺ ഫാക്ടർ ആയിട്ട് എന്തൊക്കെ വരുന്നു 1 ഉം 3 ഉം വരുന്നു മനസ്സിലായോ അപ്പോൾ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഫാക്ടേഴ്സ് റൈറ്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് എടുക്കുക ക്ലിയർ ആണേ ഓക്കേ അപ്പോൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് അറിയാലോ അപ്പോൾ പ്രൈം നമ്പർ എന്താണ് ടോപ്പ് പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ പ്രൈം നമ്പേഴ്സ് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരുപാട് ചെയ്യാനായിട്ട് സാധിക്കില്ല ടോപ്പ് പ്രൈം രണ്ട് നമ്പർ തന്നാൽ ഇത് ടോപ്പ് പ്രൈം ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം രണ്ടും സെയിം ആയിട്ട് നമ്പർ എന്ത് കാണും കോമൺ ആയിട്ട് കാണുമെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം ടോപ്പ് പ്രൈം നമ്പർ എന്ന് വിളിക്കാം ഓക്കേ ക്ലിയർ ആണേ ഓക്കേ അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എക്സസൈസ് ചെയ്യാം എക്സസൈസ് 2.1 കണ്ടല്ലോ എക്സസൈസ് 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ലിസ്റ്റ് ഓൾ ദി പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 13 and 60 എന്താ പറയുന്നത് 13 ക്കും 60 ക്കും ഇടയിലുള്ള അല്ലേ 30 നും 60 നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് എഴുതാനായിട്ടാണ് പറഞ്ഞത് എന്താണ് പ്രൈം നമ്പേഴ്സ് ഇതിനിടയിലാണ് 30 ക്കും 60 ക്കും ഇടയിലുള്ള അപ്പോൾ പറഞ്ഞേ 30 ക്കും 60 ക്കും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ ഇതെന്താ 31 ഇതാണ് 37 ഇതാണ് 41 ഇതാണ് 43 ഇനി പറയാ 47 ഇതാണ് 53 ഇതാണ് 59 അല്ലേ ഇതൊക്കെ എന്താണ് 30 നും 60 നും 30 ക്കും 60 ക്കും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ആണ് ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും
സാധിക്കില്ല, ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനിടയ്ക്കുള്ള ബാക്കി നമ്പേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമല്ലേ? 37 നമുക്ക് 1 into 37 മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? പ്രൊഡക്ട്സ് ഉണ്ട് അല്ലേ? 32 ആകുമ്പോൾ എന്തുണ്ട്? പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് 30ക്കും 60ക്കും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഉണ്ടോ? ഇതിനൊക്കെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന് ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് റൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ റൈറ്റ് ചെയ്യാൻ ആരും എളുപ്പമല്ലേ? എളുപ്പമാണ്. എല്ലാവരും നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യുന്ന എല്ലാവരും റൈറ്റ് ചെയ്തോ? ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിക്കേ, ലിസ്റ്റ് ഓൾ ദി കോമ്പോസിറ്റ് നമ്പേഴ്സ് ബിറ്റ്വീൻ 20 and 50. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവർക്ക് എന്തുണ്ട്? ഫാക്ടേഴ്സും എന്തുണ്ട്? ഘടകങ്ങളും. അപ്പോൾ ഇതിനിടയ്ക്കുള്ളതാണ് ബിറ്റ്വീൻ ആണ് 20ക്കും 40ക്കും. ഇതാണ് 20 and 40. അപ്പോൾ 20ക്കും 40ക്കും ബിറ്റ്വീൻ ആയിട്ടുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് ആകുമ്പോൾ എന്താണ്? അവർക്ക് ഇടയിലായിട്ട് അവർക്ക് എന്തുണ്ട്? ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ എഴുതാം? 20ക്ക് ഇടയ്ക്കുള്ള 20ക്കും 40ക്കും ബിറ്റ്വീൻ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, 20യും വരില്ല 40യും വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? 22, പിന്നെ എന്താണ്? 24, പിന്നെ ഏതാണ്? 26, പിന്നെ ഏതാണ്? 28, പിന്നെയോ 30, 32, 36, ഏതാണ്? 38. ഇതൊക്കെ എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്? ഇതിനെന്തുണ്ടോ? ഫാക്ടേഴ്സ് ഉണ്ട്. ക്ലിയർ ആണ്? അപ്പോൾ എല്ലാവരും റൈറ്റ് ചെയ്തേ. റൈറ്റ് ചെയ്തോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എന്താണ്? ലിസ്റ്റ് ദി ഫസ്റ്റ് 7 മൾട്ടിപ്പിൾസ് ഓഫ് 2, 3 and 5. അല്ലേ? അപ്പോൾ നമുക്കറിയാം 2 ന്റെ ടേബിൾ, 3 ന്റെ ടേബിൾ, 5 ന്റെ ടേബിൾ എല്ലാവർക്കും അറിയാലോ. അറിയാം. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് 7 മൾട്ടിപ്പിൾസ്, ആദ്യത്തെ 7 മൾട്ടിപ്പിൾസ്. അപ്പോൾ 7 2s are 14 വരെ എല്ലാവരും റൈറ്റ് ചെയ്യണം. അതുപോലെ 3 7s are വരെ എഴുതണം. 5 ന്റെ ആവുമ്പോൾ 5 7s are അല്ലേ? അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് 7 മൾട്ടിപ്പിൾസ് വരെ അറിയാലോ. ആദ്യത്തെ 7 മൾട്ടിപ്പിൾസ് എന്ത് ചെയ്യുക? റൈറ്റ് ചെയ്യുക. ഓക്കെ, ശരിയല്ലോ? അപ്പോൾ എല്ലാവരും ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ 2 ന്റെ ടേബിളിൽ 7 മൾട്ടിപ്പിൾസ്. അപ്പോൾ 2 into 7 വരെ റൈറ്റ് ചെയ്യണം. അതുപോലെ 3 ന്റെ ആവുമ്പോൾ 7 into 3, 5 ആവുമ്പോൾ 5 into 7. അപ്പോൾ അത്രയും മൾട്ടിപ്പിൾസ് നമ്മൾ ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ചെയ്യും. ശരിയല്ലോ? ഓക്കെ, അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ 3 ABC എന്നുള്ളത് ടിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഹോംവർക്ക് എന്ന് റൈറ്റ് ചെയ്യുക. ഓക്കെ, ശരിയല്ലോ? നെക്സ്റ്റ് നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 4. ലിസ്റ്റ് ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ്. തന്നിരിക്കുന്ന അവിടെ ഫാക്ടേഴ്സ് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 36. 36ന്റെ ഫാക്ടർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നോക്കിക്കേ, 36ന്റെ ഫാക്ടർ റൈറ്റ് ചെയ്യാം. നോക്കിക്കേ, 3 കൊണ്ട് ചെയ്യാലോ നമുക്ക്. നോക്കിക്കേ, 3. അപ്പോൾ 3 ടൈംസ് 3 ല് 1 3s are 3, 2 3s are 6. ഓക്കേ, 12 നോക്കിയേ. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാലോ. 3 ആണ്. 4 3s are 12. നെക്സ്റ്റ് ചെയ്യാം. 4 നെ എന്തുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ എന്താണ്? 2 2s are 4. ഓക്കേ, 2 നെ വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 1. അറിയാലോ? അപ്പോൾ 36ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 3 into 3 into 2 into 2 into 1. അല്ലേ? അപ്പോൾ 3 2 1 ഇതൊക്കെ എന്താണ്? നമ്മുടെ 36ന്റെ എന്താണ്? ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ 36ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞേ? 3 2 1 അല്ലേ? അപ്പോൾ 36ന്റെ ഫാക്ടേഴ്സ് ആണ് 3 2 1. അപ്പോൾ 36ന്റെ ഫാക്ടേഴ്സ് ആണ് എന്ന് മനസ്സിലായല്ലോ. ഓക്കേ, നെക്സ്റ്റ് നോക്കാം. നോക്കിക്കേ, 105. 105 ന്റെ ചെയ്യാം. നോക്കിക്കേ, 105. ഓക്കേ, അപ്പോൾ 5 കൊണ്ട് ചെയ്യാലോ. നോക്കിക്കേ, 5 2s are 10, 1 5s are 5. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. നോക്കിക്കേ, 3 7s are 21. അല്ലേ? ഇനി 7 ന് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7 into 1 ആണ് എന്ന് പറയുന്നത് 7 ആണ്. ഓക്കേ, അപ്പോൾ ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 5 3 7 into 1. ഇതൊക്കെയാണ് വന്നത് 5 into 3 into 7 into 1 ആണ്. അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞേ? ഇതൊക്കെയാണ് 5 3
വിഷയം. ക്വസ്റ്റ്യൻ നമ്പർ 5, 6 നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടില്ല, ഇത്രയും മാത്രമാണുള്ളത്. നിങ്ങൾ ഇതൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഫാക്ടർ ട്രീ പഠിക്കാം. ഓക്കെ, നോക്കിക്കേ എന്താണ് ഫാക്ടർ ട്രീ. ട്രീ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഫാക്ടർ ട്രീ നോക്കിക്കേ. Finding the prime factors of a number in a pictorial form like branches of a tree is called factor tree method. എന്താ പറയുന്നത്? നമ്മുടെ ഈ ട്രീയുടെ ബ്രാഞ്ചസ് പോലെ എന്ത് കണ്ടുപിടിക്കുന്നു? ഫാക്ടേഴ്സ് അല്ലേ, പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ഫാക്ടർ ട്രീ മെത്തേഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, നമുക്ക് 36 എന്ന് പറയുന്ന നമ്പർ തന്നിട്ടുണ്ട്. 36 എന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടർ ട്രീ മെത്തേഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നോക്കാം നമുക്ക്. നോക്കിക്കേ, ഏതാണ് നമ്പർ 36. നോക്കിക്കേ 36. ഓക്കേ, നോക്കിക്കേ എങ്ങനെയാണ് ഫാക്ടർ ട്രീ മെത്തേഡ്? 36 നമുക്കറിയാം ഏതൊക്കെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്? ഏതൊക്കെയാണ്? ഏതുകൊണ്ട് ചെയ്താൽ നമുക്ക് 36 കിട്ടുക? 18 into 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 36 കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 2 into 18 എത്രയാണ്? 36. കണ്ടില്ലേ? കണ്ടു. ഇനി 2 നെ വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, 1 into 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് 18 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ബ്രാഞ്ചസ് പോവുമല്ലോ. ഓക്കേ, അപ്പോൾ നമുക്ക് 18 പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. 18 into 2 എന്നിട്ട് ചെയ്യുമ്പോഴാണ് 18 കിട്ടുക. 9 2s ആണല്ലേ. അപ്പോൾ നമുക്ക് ഐഡിയ 2 into 9 എത്രയാണ്? 18 അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ആണ് വന്നത് അല്ലേ? വീണ്ടും ഫാക്ടേഴ്സ് ഉണ്ടോ അതിന്? ഇല്ല. അപ്പോൾ നമുക്ക് 9 ഉണ്ടല്ലോ. അപ്പോൾ 9 ചെയ്യാം. നോക്കിക്കേ 9 എങ്ങനെ കിട്ടുക? 3 3s are 9. അപ്പോൾ റൈറ്റ് ചെയ്തേ 3 3s are 9. ഓക്കേ, ഇനി നോക്കിക്കേ രണ്ടിടത്തും 3 എന്ന് പറയുന്ന നമ്പർ ആണ് വന്നിരിക്കുന്നത് അല്ലേ? രണ്ട് നമ്പറും 1 into 3 ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലെ ഒരു നമ്പറിനെ ഫാക്ടർ ചെയ്യാം. നോക്കിക്കേ 3 into 1 എത്രയാണ്? 3. ഓക്കേ, ഇനി നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ ഫാക്ടർ എഴുതാം. 36 ന്റെ ഫാക്ടേഴ്സ് എഴുതാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? 2 into 2 into 3 into 3. നോക്കിക്കേ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ 2 into 2 into 3 into 3 അല്ലേ? നോക്കിക്കേ ഈ നമ്പേഴ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 കിട്ടുന്ന നോക്കിക്കേ 2 2s are 4 4 3s are 12 12 3s are എത്രയാണ്? 36 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടില്ലേ? അപ്പോൾ ഇതാണ് 36 ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 36 ന്റെ ഫാക്ടർ ട്രീ മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ച് മനസ്സിലായോ ആർക്കും? നോക്കിക്കേ 36 നെ 2 into 18 ചെയ്തു, 18 നെ 2 into 9 ചെയ്തു, 9 നെ 3 into 3 ചെയ്തു, പിന്നെ 3 into 1 ചെയ്തു. അപ്പോൾ 36 ന്റെ പ്രൈം ഫാക്ടേഴ്സ് മനസ്സിലായോ? കണ്ടുപിടിച്ചിരിക്കുകയാണ്. കണ്ടോ? 36 ന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ത് ചെയ്തു? ഇതിൽ നിന്ന് എന്ത് ചെയ്തു? റൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 കിട്ടില്ലേ? ഓക്കേ, അപ്പോൾ 36 ന്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കാം. എക്സസൈസ് 2.2 ഉണ്ട് എല്ലാവരും കണ്ടു. നമുക്ക് find the prime factors of the following using division method and factor tree method. തന്നിരിക്കുന്നത് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചും ഫാക്ടർ ട്രീ മെത്തേഡ് ഉപയോഗിച്ചും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. നോക്കിക്കേ 48 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്? 48 ആണ്. 48 നെ കണ്ടുപിടിച്ചേ. ഫാക്ടർ മെത്തേഡ് ഉപയോഗിച്ച് 48 എങ്ങനെ ചെയ്യാം? 2 ന്റെ 48 ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്യാലോ 2 into 24 ആണ് എന്ത് പറയുന്നത്? 48 എന്ന് പറയുന്നത് അല്ലേ? 24 അല്ലേ 48? ഓക്കേ, ഈ 24 നമുക്ക് ചെയ്യാനോ? എങ്ങനെയാണ്? 2
ഓക്കെ ചെയ്യാലോ. എക്സസൈസ് 2.2 സെക്കൻഡ് വൺ 72 എന്നുള്ളത് എന്ത് ചെയ്യാലും ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 2 എല്ലാം ടിക്ക് ചെയ്തിട്ടുള്ള ഹോംവർക്ക് റൈറ്റ് ചെയ്തേ. ചെയ്തല്ല. ക്വസ്റ്റ്യൻ നമ്പർ 3യും 4ഉം ചെയ്യണം കേട്ടോ. ഓക്കെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞ ഹോംവർക്ക് എല്ലാവർക്കും മനസ്സിലായാലോ. ഓക്കെ അപ്പോൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എല്ലാവർക്കും അറിയാലോ. ഓക്കെ അപ്പോൾ എക്സസൈസ് 2.1 ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്ന എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 4 ക്വസ്റ്റ്യൻ നമ്പർ അതിൽ സി സെക്ഷനും മാത്രം സിയും എല്ലാവരും ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ അപ്പോൾ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ. ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, പ്രൈം നമ്പേഴ്സ് പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലായല്ലോ. സിമ്പിൾ അല്ലേ, എളുപ്പമല്ലേ, പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ടീച്ചറിന്റെ ഹോംവർക്ക് ചെയ്ത് ടീച്ചർ അയച്ചു തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചിരുന്നാൽ മതി. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് മാത്സ് ആണ് പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ എന്ന ഹോംവർക്കും മാത്സിലെന്ന ഹോംവർക്ക് എല്ലാം നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ ചോദിച്ചിരുന്നാൽ മതി. ഓക്കെ ചെയ്യാലോ. ഓക്കെ അപ്പോൾ താങ്ക് യു. Deep in the shadows, I know it's hard to put one foot in front of the other. So far as the echo, where do we start? You can learn to discover a million stars. Here in the shadows, I know you.